ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് ആൻഡ് യൂണിറ്റ് സിസ്റ്റംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂണിറ്റ് പറയുന്നതിനേക്കാൾ മുന്നേ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. നമ്പേഴ്സിന്റെ ടേംസിൽ അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിട്ടും യൂണിറ്റ്സ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റി മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം: ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇതിലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഫോർ ഇറ്റ്സ് മെഷർമെന്റ്സ്. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിന്റെ മെഷർ ചെയ്യാം, ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാം, വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത്? മാസ്, ടൈം, ലെങ്ത്. ഇതൊക്കെ എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ടെമ്പറേച്ചർ, ഇതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾസ്. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഏരിയ, ഫോഴ്സ്, ആക്സിലറേഷൻ, വെലോസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് എന്താണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്? ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് എന്ത്? സം സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ലെങ്ത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ മീറ്ററിൽ പറയാറുണ്ട്, മില്ലിമീറ്ററിൽ പറയാറുണ്ട്, ഫൂട്ടിൽ പറയാറുണ്ട്, ഇഞ്ചിൽ പറയാറുണ്ട്. ഇതൊക്കെ എന്താണ്? ലെങ്ത്തിന്റെ യൂണിറ്റ്സ് ആണ്. അതുപോലെ മാസ് ആണെങ്കിൽ കിലോഗ്രാമിൽ പറയും, പൗണ്ടിൽ പറയും, ഗ്രാമിൽ പറയും. ഇതൊക്കെ എന്താണ്? മാസിന്റെ യൂണിറ്റ്സ് ആണ്. അപ്പോൾ യൂണിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ പറഞ്ഞല്ലോ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ മറ്റു ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ലെങ്ത്തിന്റെ യൂണിറ്റ്, മാസിന്റെ യൂണിറ്റ്, ടൈമിന്റെ യൂണിറ്റ് ഒക്കെ എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് മറ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഏരിയയുടെ യൂണിറ്റ്, വോളിയത്തിന്റെ യൂണിറ്റ്, അതുപോലെ പ്രഷർ, വെലോസിറ്റി, ഇതിന്റെയൊക്കെ എന്താണ്? ഇതിന്റെയൊക്കെ യൂണിറ്റ് ഡിറൈവ്ഡ് യൂണിറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് 4 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 4 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണുള്ളത്. ഒന്ന് FPS സിസ്റ്റം, സെക്കൻഡ് വൺ CGS സിസ്റ്റം, MKS സിസ്റ്റം, SI സിസ്റ്റം. ഇങ്ങനെ 4 ഇമ്പോർട്ടന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് FPS സിസ്റ്റം, ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് സിസ്റ്റം. ഇതൊരു ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ഇത് ബ്രിട്ടനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിറ്റ് സിസ്റ്റമാണ് എന്ത്? ഈ FPS സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് കൂടി പറയാറുണ്ട്. FPS സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇവിടെ ലെങ്ത്തിന്റെ യൂണിറ്റ് ഫൂട്ടാണ്, മാസിന്റെ യൂണിറ്റ് പൗണ്ട് ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ലെങ്ത് എക്സ്പ്രസ് ചെയ്യുന്ന ഫൂട്ടിലാണ്, മാസ് പൗണ്ടിലാണ്, ടൈം സെക്കൻഡിലാണ് FPS സിസ്റ്റത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? FPS സിസ്റ്റമാണ്.
ഇനി നെക്സ്റ്റ് CGS സിസ്റ്റം. CGS സിസ്റ്റം എന്ന് പറയുന്നത് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം. അതായത് ഇതൊരു മെട്രിക് സിസ്റ്റമാണ്. CGS സിസ്റ്റം എന്താണ്? ഒരു മെട്രിക് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. ഇവിടെ ലെങ്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സെന്റിമീറ്ററിലാണ്, മാസ് ഗ്രാമിലാണ്, ടൈം സെക്കൻഡിലാണ് CGS സിസ്റ്റത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ MKS സിസ്റ്റം. MKS സിസ്റ്റവും മറ്റൊരു മെട്രിക് സിസ്റ്റമാണ്. CGS സിസ്റ്റം പോലെ തന്നെയുള്ള ഒരു മെട്രിക് സിസ്റ്റമാണ് എന്ത്? MKS സിസ്റ്റം. ഇവിടെ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. CGS സിസ്റ്റത്തിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ, മാസിന്റെ യൂണിറ്റ് ഗ്രാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണെങ്കിൽ MKS സിസ്റ്റത്തിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റമാണ്. ഇതും ഒരു മെട്രിക് സിസ്റ്റമാണ്, ഒരു മോഡേൺ ഫോം ഓഫ് മെട്രിക് സിസ്റ്റം ആണെന്ന് ഈ സിസ്റ്റം ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. SI സിസ്റ്റം എന്നുള്ള വേർഡ് വരുന്നത് സിസ്റ്റം ഇന്റർനാഷണൽ എന്നുള്ള ഒരു ഫ്രഞ്ച് നെയിം എന്നാണ്. അതിൽ നിന്നാണ് ഈ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ SI സിസ്റ്റം എന്നുള്ള വേർഡ് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ സാധാരണഗതിയിൽ ത്രൂ ഔട്ട് ദ വേൾഡ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് സിസ്റ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ SI സിസ്റ്റമാണ്. അതായത് എല്ലാ സയന്റിഫിക് ആപ്ലിക്കേഷനിൽ ത്രൂ ഔട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. ഈ SI സിസ്റ്റത്തിലെ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ട്, 2 സപ്ലിമെന്ററി യൂണിറ്റ്സ്. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ആണ് എന്തിലുള്ളത്? SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റും ഉണ്ട്. ഇതിലെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്, ആദ്യത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് SI സിസ്റ്റത്തിൽ. അതുപോലെ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. SI സിസ്റ്റത്തിൽ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അതുപോലെ ഇലക്ട്രിക് കറണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി SI സിസ്റ്റത്തിൽ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ്, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് SI സിസ്റ്റത്തിൽ കെൽവിൻ ആണ്. SI സിസ്റ്റത്തിലെ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്താണ്? കെൽവിനിലാണ് നമ്മൾ ടെമ്പറേച്ചർ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മോൾ ആണ്. നെക്സ്റ്റ് ലൈറ്റ് ഇന്റൻസിറ്റി, അടുത്ത ഫണ്ടമെന്റൽ യൂണിറ്റ് ക്വാണ്ടിറ്റി ലൈറ്റ് ഇന്റൻസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കാൻഡിലയുടെ ടേമിലാണ്. കാൻഡില ആണ് ലൈറ്റ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്. ഈ ഓരോ യൂണിറ്റും അതിന്റെ സിമ്പിൾസും നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പ്രത്യേകിച്ചും നമുക്ക് കൃത്യമായിട്ട് പരിചയമില്ലാത്ത മോളിന്റെ സിമ്പിൾ, അതുപോലെ കാൻഡിലയുടെ സിമ്പിൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? അറിഞ്ഞു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതൊക്കെ തന്നെയായിരിക്കും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് SI സിസ്റ്റത്തിൽ, അതുപോലെ ലൈറ്റ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ് SI സിസ്റ്റത്തിൽ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ഉണ്ട് ഇതില് SI സിസ്റ്റത്തിൽ. അതിൽ ആദ്യത്തത് ആംഗിൾ ആണ്. ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. അത് എക്സ്പ്രസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് RAD, റേഡിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സപ്ലിമെന്ററി യൂണിറ്റ് ആദ്യത്തത് ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്. ഇനി നെക്സ്റ്റ് സപ്ലിമെന്ററി യൂണിറ്റ് ആണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ. SR എന്നാണ് ഈ യൂണിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ SI സിസ്റ്റത്തിന്റെ കേസിൽ ഓർത്ത് വെക്കുക. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 എണ്ണം, 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് 7 എണ്ണം, 2 സപ്ലിമെന്ററി യൂണിറ്റ്സ്. സപ്ലിമെന്ററി യൂണിറ്റ്സ് എന്ന് പറയുന്നത് ആംഗിളും അതുപോലെ സോളിഡ് ആംഗിളുമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. ലെങ്ത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, മാസിൻ്റെത് കിലോഗ്രാം ആണ്, അതുപോലെ ടൈമിൻ്റെത് സെക്കൻഡ് ആണ്. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷനും ഫിസിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷനും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യത്തത് ലെങ്ത്. ലെങ്ത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നമുക്കറിയാം എന്താണ്? മീറ്റർ. 1 മീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1/299,792,458 of a second in air or vacuum. എയർ അല്ലെങ്കിൽ വാക്വത്തിലൂടെ ഇത്രയും സെക്കൻഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ 1 മീറ്റർ നമ്മൾ ഫിസിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് പാരീസിലെ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സിലാണ്.
അവിടെ ഈ പാരീസിലെ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സിലെ ഒരു പ്ലാറ്റിനം ഇറിഡിയം റോഡ്, അതില് 2 പാരലൽ ലൈനുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 മീറ്റർ എന്ന് പറയുന്നത്. 0 ഡിഗ്രിയിൽ കെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റിനം ഇറിഡിയം റോഡിലെ 2 പാരലൽ ലൈനുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 മീറ്റർ ആയിട്ട് ഫിസിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പ്ലാറ്റിനം ഇറിഡിയം റോഡ് 0 ഡിഗ്രിയിൽ കെപ്റ്റ് ചെയ്തിരിക്കുന്ന പ്ലാറ്റിനം ഇറിഡിയം റോഡിലെ 2 പാരലൽ ലൈനുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് 1 മീറ്ററിന്റെ ഫിസിക്കൽ റെപ്രസെന്റേഷൻ. ഇനി നെക്സ്റ്റ് 1 കിലോഗ്രാം. 1 കിലോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, പാരീസിലെ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സിൽ കീപ്പ് ചെയ്തിരിക്കുന്ന പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടറിന്റെ മാസ് ആണ് ഇന്റർനാഷണലി 1 കിലോഗ്രാം ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണലി സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഓഫ് 1 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? 1 കിലോഗ്രാം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സിൽ, പാരീസിലെ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടറിന്റെ മാസിനെയാണ് നമ്മൾ 1 കിലോഗ്രാം എന്നുള്ള സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് 1 സെക്കൻഡ്. 1 സെക്കൻഡ് എന്ന് പറയുന്നത് 1/A6400 ടൈംസ് ഓഫ് ദ മീൻ സോളാർ ഡേ. ഇത്രയും ടൈംസ് ഓഫ് സോളാർ ഡേ ആണ് ഒരു സെക്കൻഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലും 4 സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലും ടൈമിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 സെക്കൻഡ് ആണ്. ഈ 1 സെക്കൻഡ് എന്ന് പറയുന്നത് 1/A6400 ടൈംസ് ഓഫ് ദ മീൻ സോളാർ ഡേ ആണ്. ഇനി നെക്സ്റ്റ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത് 4 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതായത് FPS സിസ്റ്റം, MK സിസ്റ്റം, CGS സിസ്റ്റം, SA സിസ്റ്റം. ഈ 4 സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലെയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് എക്സാമിന് ഒരു പർട്ടിക്കുലർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി തന്നിട്ട് അതിന്റെ യൂണിറ്റ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിന്റെയും ഓരോ സിസ്റ്റം ഓഫ് യൂണിറ്റിലെയും യൂണിറ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആദ്യത്തെ കേസ് ലെങ്ത്തിന്റെ യൂണിറ്റ് FPS സിസ്റ്റത്തിൽ നമുക്കറിയാം ഫൂട്ടാണ്, CGS സിസ്റ്റത്തിൽ സെന്റിമീറ്റർ ആണ്, MK സിസ്റ്റത്തിൽ മീറ്റർ ആണ്, SA സിസ്റ്റത്തിൽ എന്താണ്? മീറ്റർ ആണ്. അതേസമയം മാസിന്റെ യൂണിറ്റ് ആണെങ്കിൽ FPS സിസ്റ്റത്തിൽ പൗണ്ട് ആണ്, CGS സിസ്റ്റത്തിൽ ഗ്രാം, MK സിസ്റ്റത്തിൽ കിലോഗ്രാം, SA സിസ്റ്റത്തിൽ കിലോഗ്രാം. ഇനി നെക്സ്റ്റ് ടൈമിന്റെ യൂണിറ്റ് എല്ലാ സിസ്റ്റത്തിലും എന്താണ്? സെക്കൻഡ് ആണ്. 4 സിസ്റ്റം ഓഫ് യൂണിറ്റിലും ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. കറണ്ടിന്റെ യൂണിറ്റും 4 സിസ്റ്റം ഓഫ് യൂണിറ്റിലും ആംബിയർ തന്നെയാണ് കറണ്ടിന്റെ യൂണിറ്റ്. അതുപോലെ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോയത്. FPS സിസ്റ്റത്തിൽ ഫാരൻഹീറ്റ് ആണ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ്, CGS സിസ്റ്റത്തിൽ സെന്റിഗ്രേഡ് ആണ്, അതുപോലെ MK സിസ്റ്റത്തിലും സെന്റിഗ്രേഡ് ആണ്, SA സിസ്റ്റത്തിൽ കെൽവിൻ ആണ്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് FPS സിസ്റ്റത്തിൽ ഫാരൻഹീറ്റ് ആണ്, CGSലും MKSലും സെന്റിഗ്രേഡ് ആണ്, SA സിസ്റ്റത്തിൽ കെൽവിൻ ആണ്. ഇനി ലൈറ്റ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് 4 സിസ്റ്റം ഓഫ് യൂണിറ്റിലും എന്താണ്? കാൻഡില തന്നെയാണ്. ലൈറ്റ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് 4 സിസ്റ്റം ഓഫ് യൂണിറ്റിലും കാൻഡില തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ടേബിളിൽ തന്നിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിറൈവ്ഡ് യൂണിറ്റ്സും അതിന്റെ ഓരോ സിസ്റ്റം ഓഫ് യൂണിറ്റിലുള്ള യൂണിറ്റ്സും ആണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഓർത്ത് വെക്കാൻ തന്നെ പ്രയാസമായിരിക്കും, എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുമ്പോൾ ഇതില് ആംഗുലാർ വെലോസിറ്റിന്റെ യൂണിറ്റ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാത്തതാണ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി, അതുപോലെ ഡെൻസിറ്റിയുടെ യൂണിറ്റ്സ് ഓരോ സിസ്റ്റം ഓഫ് യൂണിറ്റിലും ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിന്റെ എങ്കിലും യൂണിറ്റ്സ് നമ്മൾ ഓർത്ത് വെക്കുക. ഡെൻസിറ്റി FPS സിസ്റ്റത്തിൽ പൗണ്ട് പെർ ക്യൂബിക് ഫൂട്ട് ആണ്, CGSൽ ഗ്രാം പെർ ക്യൂബിക് സെന്റിമീറ്റർ ആണ്, MKSൽ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ്, SIൽ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ്. അതുപോലെ ആംഗുലാർ വെലോസിറ്റി ഡിഗ്രി പെർ സെക്കൻഡ് ആണ് FPSൽ, റേഡിയൻ പെർ സെക്കൻഡ് ആണ് CGSൽ, MKSലും റേഡിയൻ പെർ സെക്കൻഡ് ആണ്, SI യൂണിറ്റിലും റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റീസിന്റെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? ഓർത്ത് വെക്കുക. കാരണം ഇതും ഓരോരോ ക്വാണ്ടിറ്റി തന്നിട്ട്, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ട് അതിലെ ഡിഫറെന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റിലെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്, മറ്റു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണെന്ത്? ഫോഴ്സിൻ്റെത് പൗണ്ട് ആണ് FPSൽ, ഡൈൻ ആണ് CGSൽ, കിലോഗ്രാം ഫോഴ്സ് ആണ് MKSൽ, ന്യൂട്ടൺ ആണ് SI യൂണിറ്റിൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോഴ്സ്. പൗണ്ട് FPSൽ, CGS ഡൈനില്,
അതുപോലെ MK സിസ്റ്റത്തിൽ കിലോഗ്രാം ഫോഴ്സ്, ന്യൂട്ടൺ SI യൂണിറ്റ്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ്. അതുപോലെ പവറിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹോഴ്സ് പവർ അല്ലെങ്കിൽ ഫുട്ട് പൗണ്ട് പെർ സ്ക്വയർ സെക്കൻഡ് ആണ് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ. അല്ലെങ്കിൽ ഹോഴ്സ് പവറിലും നമ്മൾ എന്ത് പറയും, FAS സിസ്റ്റത്തിൽ പവർ എക്സ്പ്രസ് ചെയ്യും. അതുപോലെ എർഗ് പെർ സെക്കൻഡ് എപ്പോഴും ചോദിക്കുന്നതാണ്. CGS സിസ്റ്റത്തിൽ പവറിന്റെ യൂണിറ്റ് എന്താണ്, എർഗ് പെർ സെക്കൻഡ്. എനർജിയുടെ യൂണിറ്റ് എർഗ് ആണ്, പവറിന്റെ യൂണിറ്റ് എർഗ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അതേസമയം MK സിസ്റ്റത്തിലാണെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. SI സിസ്റ്റത്തിലും പവറിന്റെ യൂണിറ്റ് എന്താണ്, വാട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. എനർജിയുടെ യൂണിറ്റ് ഫുട്ട് പൗണ്ട് ആണ് എനർജിയുടെ യൂണിറ്റ് FPS സിസ്റ്റത്തിലെ. ഗ്രാം സെന്റിമീറ്റർ അല്ലെങ്കിൽ എർഗ് ആണ് CGS സിസ്റ്റത്തിലെ എനർജിയുടെ യൂണിറ്റ്. കിലോഗ്രാം മീറ്റർ ആണ് MK സിസ്റ്റത്തിലെ എനർജിയുടെ യൂണിറ്റ്. ജൂൾ ആണ് SI സിസ്റ്റത്തിലെ എനർജിയുടെ യൂണിറ്റ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡിഫറെന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റിലുള്ള യൂണിറ്റ് ഓർത്ത് വെക്കണം. അതാണ് ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ ടേബിൾ എന്ത് ചെയ്യാം, ബൈ ഹാർട്ട് ചെയ്യാം. ഇനി കുറച്ച് ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സിന്റെ അബ്രിവേഷനുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സിന്റെ അബ്രിവേഷനും. അതായത് ആദ്യത്തേത് കലോറിഫിക് വാല്യൂസിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതുപോലെ സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷന്റെ യൂണിറ്റ് കിലോഗ്രാം പെർ അവർ പെർ ന്യൂട്ടൺ ആണ്. പിന്നെ ലെങ്ത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം. ലെങ്ത്തിന് നമ്മൾ മില്ലിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്, മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്, കിലോമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അതുപോലെ സ്പീഡിന്റെ ഡിഫറെന്റ് യൂണിറ്റ് സെന്റിമീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, കിലോഗ്രാം പെർ അവർ, മൈൽസ് പെർ അവർ. ഇതൊക്കെ എന്താണ്, സ്പീഡിന്റെ യൂണിറ്റ് ആണ്. നമ്മൾ ഈ ടേബിൾ ഒക്കെ തന്നിരിക്കുന്നത് നമുക്ക് ഇതേപോലെ ടേബിൾ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഓരോ ക്വാണ്ടിറ്റിയും അതിന്റെ യൂണിറ്റും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിത് എന്ത് ചെയ്യാം, ബൈഹാർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഡെസിമൽ പവറും അതിന്റെ പ്രിഫിക്സും അതിന്റെ റെപ്രസെന്റേഷനും. നമുക്ക് യൂണിറ്റ് കൺവേർഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഈ പ്രിഫിക്സും അതിന്റെ റെപ്രസെന്റേഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. നമ്മുടെ എക്സാമിന് യൂണിറ്റ് കൺവേർഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെസിമൽ പവർ 10⁻12 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പ്രിഫിക്സ് എന്ന് പറയുന്നത് ടെറയാണ്. ടി എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 10⁻9 ജിഗയാണ്. ജി എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 10⁻6 നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. മെഗാ ആണ് 10⁻6. അത് M എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. 10⁻3 നമുക്കറിയാം എന്താണ്, കിലോ ആണ്. 10⁻2 ഹെക്ടോ. അത് ഓർത്ത് വെക്കണം. 10⁻2 എന്നുള്ള ഡെസിമൽ പവറിന്റെ പ്രിഫിക്സ് എന്താണ്, ഹെക്ടോ ആണ്. H വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ 10⁻1 ഡക്കയാണ്. DA വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അധികം അറിയാത്തതായിരിക്കും. ഈ ഹെക്ടോ, ഡക്ക ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവില്ല. കിലോ, മെഗാ, ജിഗ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ 10⁻2 എന്ന് പറയുമ്പോൾ ഹെക്ടോ ആണ്. അത് H വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 10⁻1 ഡക്കയാണ്. അത് DA വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ 10⁻1 ഡെസി ആണ്. D വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് രണ്ടും മാറിപ്പോയത്. ഡക്ക എന്ന് പറയുന്നത് 10⁻1, 10⁻1 എന്ന് പറയുന്നത് ഡെസി 1. ഡക്ക DA വെച്ചിട്ടും ഡെസി D വെച്ചിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 10⁻2 നമുക്കറിയാം എന്താണ്, സെന്റി ആണ്. അത് C വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 10⁻3 പ്രിഫിക്സ് മില്ലി ആണ്. അത് M വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ 10⁻6 ഇത് നമുക്കറിയാം, മൈക്രോ. 10⁻6 മൈക്രോ അല്ലെങ്കിൽ മ്യൂ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 10⁻9 നാനോ ആണ്. N എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 10⁻12 ഇത് നമ്മൾ ഓർത്ത് വെക്കണം. നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാനുള്ള ചാൻസ് ഇല്ല. പൈക്കോ. 10⁻12ന്റെ പ്രിഫിക്സ് പൈക്കോ ആണ്. P വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ ചില പ്രിഫിക്സുകൾ, ചില ഡെസിമൽ പവറും അതിന്റെ പ്രിഫിക്സുകൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. നമുക്ക് ശ്രദ്ധിക്കപ്പെടാത്തതാണ് എന്ത്, 10⁻2 ഹെക്ടോ, 10⁻1 ഡക്ക, അതുപോലെ 10⁻1 ഡെസി, അതുപോലെ 10⁻12 പൈക്കോ. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് SI യൂണിറ്റിലെയും ബ്രിട്ടീഷ് യൂണിറ്റിലെയും ഇമ്പോർട്ടന്റ് യൂണിറ്റുകളുടെ കൺവേർഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും എക്സാമിന് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. ഒരു
യൂണിറ്റ് തരും. അത് SI യൂണിറ്റിൽ നിന്ന് FPS സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ആദ്യം ലെങ്ത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ 1 മീറ്റർ എന്ന് പറയുന്നത് 3.281 ഫൂട്ടാണ്. 3.281 ഫുട്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 0.621 മൈലാണ്. ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കാം. 1 കിലോഗ്രാം എത്ര മൈലാണ്, അല്ലെങ്കിൽ ഒരു മൈൽ എത്ര കിലോഗ്രാം ആണെന്നും ചോദിക്കാം, തിരിച്ചും ചോദിക്കാം. 1 മൈൽ ഈസ് ഈക്വൽ ടു 1.609 കിലോമീറ്റർ. അപ്പൊ നമ്മളിത് എക്സാമിന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്കവിടെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക തന്നെ വേണം. 1 മീറ്റർ എന്ന് പറയുന്നത് 3.281 ഫൂട്ടാണ്, അല്ലെങ്കിൽ 1 ഫൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 0.3048 മീറ്റർ ആണ്. അത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. 1 ഫൂട്ട് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.3048 മീറ്റർ ആണ്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 0.621 മൈലാണ്. 1 മൈൽ എന്ന് പറയുന്നത് 1.069 കിലോമീറ്റർ ആണ്. ഇനി സ്പീഡിന്റെ കൺവേർഷനും അതുപോലെ 1 കിലോഗ്രാം പെർ അവർ എന്ന് പറയുന്നത് 0.621 മൈൽ പെർ അവർ ആണ്. അത് നമുക്ക് ഈ ലെങ്ത്തിന്റെ റിലേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പീഡിന്റെ റിലേഷനും കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 3.281 ഫുട്ട് പെർ സെക്കൻഡ് ആണ്. ഇനി ആക്സിലറേഷനും നമുക്ക് ഈ ഒരു ലെങ്ത്തിന്റെ റിലേഷൻ കണ്ടുപിടിക്കാം. 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് 3.281 ഫുട്ട് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ ആണ് മാസ്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 2.205 പൗണ്ട് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 കിലോഗ്രാം ഈസ് ഈക്വൽ 2.205 പൗണ്ട്, അല്ലെങ്കിൽ 1 പൗണ്ട് ഈസ് ഈക്വൽ 0.454 കിലോഗ്രാം. അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് കൺവേർഷൻ ഓർത്ത് നോക്കണം. ഒരെണ്ണം ഓർത്താൽ തന്നെ നമുക്ക് ഏകദേശം മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റും. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 2.205 പൗണ്ട് ആണ്, അല്ലെങ്കിൽ 1 പൗണ്ട് എന്ന് പറയുന്നത് 0.454 കിലോഗ്രാം ആണ്. അതുപോലെ ഫോഴ്സിന്റെ കൺവേർഷനും 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 0.225 പൗണ്ട് ഫോഴ്സ് ആണ്. 0.225 പൗണ്ട് ഫോഴ്സ് ആണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതുപോലെ 1 പൗണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 4.448 ന്യൂട്ടൺ ആണ്. 4.448 ന്യൂട്ടൺ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ടോർക്കിന്റെ കൺവേർഷൻ. നമുക്കറിയാം ടോർക്കിന്റെ കൺവേർഷൻ 1 ന്യൂട്ടൺ മീറ്റർ ഈസ് ഈക്വൽ ടു 0.378 പൗണ്ട് ഫോഴ്സ് ഇൻറ്റു ഫൂട്ട് ആണ്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്നാലും ഈ ഫോഴ്സിന്റെ കൺവേർഷൻ അതുപോലെ മാസിന്റെ കൺവേർഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പ്രഷറാണ്. പ്രഷർ ഇമ്പോർട്ടന്റ് ആണ്. 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 0.000145 പൗണ്ട് ഫോഴ്സ് പെർ ഇഞ്ച് സ്ക്വയർ ആണ്. പൗണ്ട് ഫോഴ്സ് പെർ ഇഞ്ച് സ്ക്വയർ, അല്ലെങ്കിൽ 1 പാസ്കൽ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് നോക്കണം. 1 പാസ്കൽ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി 1 ബാർ എന്ന് പറയുന്നത് 14.5038 പൗണ്ട് ഫോഴ്സ് പെർ ഇഞ്ച് സ്ക്വയർ ആണ്. അതും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് നോക്കണം. 1 ബാർ ഈസ് ഈക്വൽ ടു 14.5038 പൗണ്ട് ഫോഴ്സ് പെർ ഇഞ്ച് സ്ക്വയർ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കൺവേർഷൻ ആണ് എനർജി അല്ലെങ്കിൽ വർക്ക്. 1 ജൂൾ എന്ന് പറയുന്നത് 0.738 ഫുട്ട് പൗണ്ട് ഫോഴ്സ് ആണ്. 0.738 ഫുട്ട് പൗണ്ട് ഫോഴ്സ്. അതുപോലെ ഇവിടെ കലോറിയുടെ ടേംസിലുള്ള കൺവേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു 0.239 കലോറിയാണ്. 0.239 കലോറി, അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ടുള്ള കൺവേർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. 1 കലോറി ഈസ് ഈക്വൽ ടു 4.816 ജൂൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 കലോറി ഈസ് ഈക്വൽ ടു 4.186 ജൂൾ. കലോറി ഈസ് ഈക്വൽ ടു 4.186 ജൂൾ. ഇനി അതുപോലെ BTU, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിലുള്ള കൺവേർഷൻ. 1 കിലോ ജൂൾ ഈസ് ഈക്വൽ ടു 0.948 BTU. 1 കിലോ ജൂൾ ഈസ് ഈക്വൽ ടു 0.948 BTU, അല്ലെങ്കിൽ 1 BTU ഈസ് ഈക്വൽ ടു 1.055 കിലോ ജൂൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് നോക്കണം. ഇനി നെക്സ്റ്റ് പവറിന്റെ കൺവേർഷൻ. പവറിന്റെ കൺവേർഷൻ നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. 1 കിലോവാട്ട് ഈസ് ഈക്വൽ ടു 1.34 HP. 1 കിലോവാട്ട് ഈസ് ഈക്വൽ ടു 1.34 HP, അല്ലെങ്കിൽ 1 HP is equal to 0.7457 kilowatt. മെക്കാനിക്കൽ പവറിന്റെ കേസ് പറയുകയാണെങ്കിൽ 1 HP is equal to 0.7457 കിലോവാട്ട് ആണ്. ഈ രണ്ട് കൺവേർഷനും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം പവറിന്റെ കേസിൽ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കലോറിഫിക് വാല്യൂസിന്റെ കൺവേർഷൻ ആണ്. 1 കിലോ ജൂൾ പെർ കിലോഗ്രാം ഈസ് ഈക്വൽ ടു 0.43 BTU പെർ പൗണ്ട്.
അതുപോലെ 1 BTU per pound is equal to 2.326 കിലോജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ യൂണിറ്റ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് യൂണിറ്റ്സ്, ഡിഫറെൻറ്റ് യൂണിറ്റ് സിസ്റ്റംസ്, ഓരോ യൂണിറ്റ് സിസ്റ്റത്തിലെയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകൾ, അതിന്റെ റെപ്രസെന്റേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും അതിന്റെ ഓരോ സിസ്റ്റം ഓഫ് യൂണിറ്റിലെയും യൂണിറ്റ്സ്, അതുപോലെ യൂണിറ്റിന്റെ കൺവേർഷൻ SI സിസ്റ്റത്തിന് FPS സിസ്റ്റത്തിലേക്കും FPS സിസ്റ്റത്തിന് SI സിസ്റ്റത്തിലേക്കുള്ള യൂണിറ്റിന്റെ കൺവേർഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.